ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. നമ്മളിത് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്റർ ആണ്. 10ാം ക്ലാസ്സിലെ NCERT സിലബസിലുള്ള ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഇതിലെ എക്സസൈസ് 8.1-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് സൈൻ എ ഈക്വൽ ടു 3/4 കാൽക്കുലേറ്റ് കോസ് എ ആൻഡ് ടാൻ എ. സൈൻ എയുടെ റേഷ്യോ 3/4 ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം, കണ്ടുപിടിക്കണം ഏതൊക്കെ? കോസ് എയുടെ റേഷ്യോ, ടാൻ എയുടെ റേഷ്യോ. സാധാരണ നമുക്കൊരു ട്രയാങ്കിൾ തരും. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഒന്നും തന്നിട്ടില്ല, നമുക്ക് തന്നെ വരയ്ക്കാം. സൈൻ കോസ് ടാൻ ഇങ്ങനെയുള്ള ട്രിഗ്നോമെട്രി റേഷ്യോ എല്ലാം 90 ഡിഗ്രി ട്രയാങ്കിളാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കാം. എപ്പോഴും 90 ഡിഗ്രി ഇവിടെ ആയിരിക്കും. ഇവിടെ ആംഗിൾ, സൈൻ ആംഗിൾ പറയുന്നത് എ ആംഗിൾ ആണ്. അപ്പൊ എ ആംഗിൾ ഒരിക്കലും 90 ഡിഗ്രി ആകരുത്, അതായത് ഇവിടെ എ കൊടുക്കരുത്. 90 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ റേഷ്യോ, കോസ് റേഷ്യോ, ടാൻ റേഷ്യോ വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ആംഗിൾ ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് എ എന്ന് എടുക്കേണ്ടത്. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിൾ എടുക്കേണ്ടത് ഇതല്ലെങ്കിൽ ഇത്. ഇതിന് ഞാൻ എ എന്ന് എടുത്തപ്പോൾ ഇതിന് ഞാൻ ബി എന്നും സി എന്നും കൊടുത്തു. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി എന്ന് കൊടുത്തു. ഇനി സൈൻ എ, സൈൻ എന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ആരുടെ ഓപ്പോസിറ്റ്? എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ്. എ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത്, നേരെ എതിരെ കിടക്കണം. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിന്റെ വില എത്രയാണ്? 3 ബൈ അഡ്ജസൻസ് ഹൈപ്പോട്ടേനസ് 4. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ ആംഗിൾ ഓപ്പോസിറ്റ് 3ഉം ഹൈപ്പോട്ടേനസ് എത്രയാണ്? 4ഉം ആണ്. ഓക്കെ, അപ്പൊ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡ് കൂടെ വേണം, കാരണം ഇവിടെ എന്തുണ്ട്? കോസ് ഉണ്ട്. കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. കോസ് എ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഇതായിരിക്കും, ഹൈപ്പോട്ടേനസ് ഇതായിരിക്കും. അപ്പൊ അഡ്ജസന്റ് സൈഡ് വേണം. അപ്പൊ നമുക്ക് ഇവിടെ അഡ്ജസന്റ് സൈഡ് ഇല്ല, നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ട്രയാങ്കിളിന്റെ ഇത് ഹൈപ്പോട്ടേനസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് വന്നിട്ട് ബേസ്. ഈ താഴെയുള്ളത് എപ്പോഴും ബേസ് ആയിരിക്കും. അപ്പൊ ബേസ് ആണ് അറിഞ്ഞൂടാത്തത്, നമുക്ക് ബേസ് കണ്ടുപിടിക്കണം. അപ്പൊ ബേസ് സ്ക്വയർ, അതായത് എ ബി സ്ക്വയർ ഇസിക്കൽ ടു, ഈ ബേസ് എന്ന് പറയുന്നത് എ ബി ആണ്, അതുകൊണ്ട് എ ബി സ്ക്വയർ ഇസിക്കൽ ടു ഹൈപ്പോട്ടേനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടേനസ് എ സി സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് ബി സി സ്ക്വയർ. ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടായി മാറും. ഈ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടായി മാറും. ഇസിക്കൽ ടു റൂട്ട് ഓഫ് എ സി. എ സി എത്രയാണ്? എ സി എന്ന് പറയുന്നത് 4 ആണ്. 4 സ്ക്വയർ മൈനസ് ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. 3 സ്ക്വയർ. അപ്പൊ എ ബി ഇസിക്കൽ ടു 4ന്റെ സ്ക്വയർ 16 മൈനസ് 3യുടെ സ്ക്വയർ 3 × 3 9 ഇസിക്കൽ ടു 16ൽ നിന്ന് 9 പോയാൽ 7 ആണ്. അപ്പൊ റൂട്ട് 7 ആണ് നമ്മുടെ ഏത് ബേസ് എന്ന് പറയുന്നത്. റൂട്ട് 7 ഈസ് ദ ബേസ്. എ ബി എന്ന് പറയുന്നത് റൂട്ട് 7 ആണ്. അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കോസ് കണ്ടുപിടിക്കാം. കോസ് എ, കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ എയുടെ അഡ്ജസന്റ്, എ ഏതാണ്? ഇതിന്റെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്താണ്? റൂട്ട് 7 ബൈ ഹൈപ്പോട്ടേനസ് എത്രയാണ്? 4. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടാൻ എ ഈക്വൽ ടു, ടാനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഇസിക്കൽ ടു എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എ എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാണ്, അല്ലെ? നേരെ ഓപ്പോസിറ്റ് ഇതാണ്. അപ്പൊ ബി സി ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസന്റ്, എയുടെ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എ ബി ഈസ് ദ അഡ്ജസന്റ് സൈഡ് ഇസിക്കൽ ടു ബി സിയുടെ അളവ് 3, എ ബിയുടെ അളവ് റൂട്ട് 7. ഇപ്പൊ 3 ബൈ റൂട്ട് 7ഉം റൂട്ട് 7 ബൈ 4ഉം ആണ് ഈ രണ്ട് റേഷ്യോയുടെയും ആൻസർ. ഓക്കെ, അപ്പൊ ഈസി അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്കൊരു ക്ലൂ തരും, ഏതെങ്കിലും ഒരു റേഷ്യോ വന്നിട്ട് ബാക്കിയുള്ളതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക, 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കുക. ആ 90 ഡിഗ്രിക്ക് തരുന്ന ആംഗിൾ കൊടുക്കരുത്, വേറെ ഉള്ള ആംഗിൾ ആണ് എ എന്ന് എടുത്ത് കൊടുത്ത ശേഷം
സൈനിന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇവിടെയാണ് 3 കൊടുക്കേണ്ടത്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അവിടെയാണ് 4 കൊടുക്കേണ്ടത്. കൊടുത്ത ശേഷം പൈതോറസ് വെച്ചുകൊണ്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച ശേഷം കോസിന്റെ ഡെഫിനിഷൻ എഴുതുക, എഴുതിയിട്ട് അതിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാന്റെ ഡെഫിനിഷൻ എഴുതുക, അതിന്റെ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4th ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ 50 cot A equal to 8, find sin A and sec A. ഇവിടെ തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് 50 cot A equal to 8 എന്നാണ്. നമുക്ക് അത് അടുത്ത് എഴുതാം. 15 cot A equal to 8. ഇങ്ങനെ തരുമ്പോൾ ഡിവൈഡഡ് ബൈ 15 അവർ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, തിരിച്ച് ഇവിടെ കൊണ്ടുവരിക. 50 cot Aയുടെ ഈ 15 ഇങ്ങ് കൊണ്ടുവരിക. അപ്പൊ ഇത് ഇപ്പുറത്ത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, cot A ഈക്വൽ ടു ഈ 8. ഈ 15 ഇപ്പുറത്ത് വരുമ്പോൾ 15 cot എന്ന് വെച്ചാൽ 15 ഇൻറ്റു cot A. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ ആവുന്ന 15 ഇവിടേക്ക് വരുമ്പോൾ കോട്ട് ആയിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ഫോമിലാണ് ഇരിക്കുന്നത്. ആ ഇൻറ്റു ഫോമിലുള്ള 15 ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ കോട്ട് ഈക്വൽ ടു 8/5 15. അപ്പൊ ഇതാണ് റേഷ്യോ. ഇങ്ങനെ തരുന്നതിന് വരെ അവർ ഇങ്ങനെ തന്നാൽ, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റണം, ഈ ഒരു ഫോമിലാക്കി മാറ്റണം. അപ്പോഴേ കറക്റ്റ് റേഷ്യോ അറിയാൻ പറ്റുള്ളൂ. അത് കോട്ട് എ എന്ന് പറയുന്നത് എന്താണ്, കോട്ട് എ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പൊ അഡ്ജസന്റ് സൈഡ് 8 എന്ന് കിട്ടി, ഓപ്പോസിറ്റ് സൈഡ് 15 ആയി. അപ്പൊ ഇത് രണ്ടുമാണ് ഈ രീതിയിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോമാറ്റിലാക്കിയാൽ നമുക്ക് അഡ്ജസന്റും ഓപ്പോസിറ്റും ആരാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി നമുക്കൊരു ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ 90 ഡിഗ്രി കൊടുക്കുക. നമ്മൾ ആംഗിൾ എ ആയതുകൊണ്ട് എ ഒരിക്കലും 90 ഡിഗ്രി ആവില്ല. എ എന്ന് പറയുന്നത് ഇവിടെയോ അല്ലെ ഇവിടെയോ കൊടുക്കണം. ഞാൻ ഇവിടെ കൊടുക്കുന്നു എ. അപ്പൊ ഇതിനെ ബി ആക്കി, ഇതിനെ സി ആക്കി. ഓക്കെ, ഇനി എയുടെ എവിടെയാണ് ഈ 8 വരുന്നത്, അഡ്ജസന്റ് സൈഡ് അല്ലെ, കോസ് അല്ല കോട്ടാണ്. കോട്ട് എയുടെ ഡെഫിനിഷൻ ആണ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഈ അഡ്ജസന്റ് സൈഡ് ആണ് 8. അപ്പൊ എയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് എയുടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഇത്. അപ്പൊ ഇവിടെയാണ് 8 വരുന്നത്. കോട്ടയുടെ ഡെഫിനിഷൻ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ എയുടെ അഡ്ജസന്റ് സൈഡ് ഇതാണ്, എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 15 അല്ലെ. 8/15 ആണ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഞാൻ 15 എന്നുള്ളത് കൊടുത്തു. സൈൻ വേണം. ഇനി സൈനിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. എ ആണ് ആംഗിൾ. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ കിടപ്പുണ്ട്. ഹൈപ്പോട്ടൈനസ് ഇവിടെ വരും, പക്ഷെ ഹൈപ്പോട്ടൈനസ് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പൈതോറസ് തിയറം അപ്ലൈ ചെയ്ത് ഇവിടുത്തെ ഹൈപ്പോട്ടൈനസ് ആദ്യം കണ്ടുപിടിക്കാം. ഞാൻ ഇതൊന്നും മാറ്റി. ഹൈപ്പോട്ടൈനസ് സ്ക്വയർ ഇസിക്കൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലെ. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടൈനസ് സ്ക്വയർ. ഈ ഹൈപ്പോട്ടൈനസ് ആരാണ്, ഈ ഫിഗറിലെ എ ബി ആണ് ഹൈപ്പോട്ടൈനസ്. അപ്പൊ എ ബി സ്ക്വയർ ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ സൈഡ് ആണ് ആൾട്ടിറ്റ്യൂഡ്, അത് ബി സി ആണ്. ബി സി സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഈ ട്രയാങ്കിളിലെ ബേസ് എപ്പോഴും ഇതായിരിക്കും. ഈ ബേസ് എന്ന് പറയുന്നത് എ സി ആണ്, എ സി സ്ക്വയർ. ഈ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുവരണം. അപ്പൊ അത് റൂട്ട് ആവും. ഈ സ്ക്വയർ റൂട്ടായി മാറി. കാരണം നമുക്ക് അറിയേണ്ടത് ഈ ഹൈപ്പോട്ടൈനസ് എ ബി അറിഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആകും. ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സി. ബി സി എത്രയാണ്, സി 15 ആണ് അല്ലെ. 15 സ്ക്വയർ പ്ലസ് എത്ര, എ സി സ്ക്വയർ. എ സി എത്രയാണ്, 8 സ്ക്വയർ. അപ്പൊ എ ബി ഈക്വൽ ടു റൂട്ട് 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ അറിയണം. 15നെ 15, 15 ഇൻറ്റു 15 ആണ് 15 സ്ക്വയർ. 5 ഇൻറ്റു 5 25, 2. 5 ഇൻറ്റു 1 5 പ്ലസ് 2 7. 5 ഇൻറ്റു 1 5. 1 ഇൻറ്റു 1 1. 5. 5 പ്ലസ് 7 12. 2 ബാലൻസ് 1 2. 225 ആണ്. 225 പ്ലസ് 8ന്റെ സ്ക്വയർ 8 ഇൻറ്റു 8. 8 ഇൻറ്റു 8 64 ആണ്. അപ്പൊ ഈ 225ന്റെ കൂടെ ഈ 64 കൂടെ ആഡ് ചെയ്യാം. 64 കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും, 982 289 ആണ്.
ഇതിന്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ലാസ്റ്റ് വരുന്നത് 9 ആണ്. 9 വരുന്നത് സ്ക്വയറുകൾ ഏതൊക്കെയാണ്? 3ന്റെ സ്ക്വയർ എടുത്താൽ 9 കിട്ടും. 7ന്റെ സ്ക്വയർ എടുത്താൽ 49 കിട്ടും. ഇനി 9 വരുന്നത് 13 ആണ്. 13ന്റെ സ്ക്വയർ എടുത്താൽ 169 കിട്ടും. അപ്പൊ 17ന്റെ സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കിയാലോ. 9 ലാസ്റ്റ് ഡിജിറ്റ് 9 വരുന്ന 17ന്റെ സ്ക്വയർ ഒന്ന് നോക്കാം. 17ഉം 17ഉം കൂടെ ഇൻറ്റു ചെയ്താൽ 7 into 7 49, 9 ബാലൻസ് 4. 7 into 1 7, 7 plus 4 11, 1 into 7 7, 1 into 1 1, 9, 7 plus 1 8, 1 plus 1 2, 289 കിട്ടുന്നുണ്ട്. അപ്പൊ റൂട്ട് എത്രയാണ്? 17 ആണ് അല്ലെ. 70യുടെ സ്ക്വയർ ആണ് 289. അപ്പൊ 289ന്റെ റൂട്ട് 70. ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെയുള്ള ഇതുപോലുള്ള വരുമ്പോഴത്തേക്ക് ഇത് വന്നിട്ട് ഒരു പ്രൈമിന്റെ സ്ക്വയർ ആണ് അല്ലെ, പ്രൈം നമ്പർ ആണ്. 17 ഈസ് ദ പ്രൈം നമ്പർ. ആ പ്രൈം നമ്പറിന്റെ സ്ക്വയർ ആണ് 289. അപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല 289ന്റെ റൂട്ട് നമ്പർ എത്രയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 9 അല്ലേ. 9 വരുന്നത് 3യുടെ സ്ക്വയർ 9 വരാം, 7ന്റെ സ്ക്വയറും ലാസ്റ്റ് ഡിജിറ്റ് 9 വരാം. അപ്പം 3യും 7ഉം ആയിരിക്കത്തില്ല. അപ്പൊ പിന്നെ 3 വരുന്ന അടുത്ത ഡിജിറ്റ് ഏതാണ്? 13. 7 വരുന്ന അടുത്ത ഡിജിറ്റ് 70. 13ന്റെ സ്ക്വയർ 169 ആണ്. അപ്പൊ 70ന്റെ സ്ക്വയർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻറ്റു ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 17 എടുത്ത് ഇവിടെ എഴുതാം. അപ്പൊ ഹൈപ്പോട്ടൈനസ് കിട്ടിക്കഴിഞ്ഞല്ലോ. ഹൈപ്പോട്ടൈനസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈസി ആയിട്ട് സൈനും ഈ സീക്കും കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ എ ആദ്യം നമുക്ക് ചെയ്യാം. സൈൻ എ ഈക്വൽ ടു, സൈൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് അല്ലേ. അപ്പൊ എയുടെ ഓപ്പോസിറ്റ് സൈഡ് സൈൻ എ. എ എന്ന് പറയുന്ന ആംഗിളിൽ ഓപ്പോസിറ്റ്. എ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നേരെ എതിര്. അപ്പൊ ബി സി ഇസ് ദ ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ ഈ ട്രയാംഗിൾ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് എ ബി ആണ് അല്ലെ. എ ബി ഈസ് ദ ഹൈപ്പോട്ടൈനസ്. ഇനി നമുക്ക് അതിന്റെ വാല്യൂ ഇടാം. ബി സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ആണ്. എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 17 ആണ്. അപ്പം സൈൻ എ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഒരാളും കൂടെ ഉള്ളു, സീക്ക് എ. അതും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ ആയി, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. സീക്ക് എ ഈക്വൽ ടു, സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ ഓപ്പോസിറ്റ് ആണ്. കോസിന്റെ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണ് കോസ് എയുടെ ഡെഫിനിഷൻ. അപ്പൊ ഇതിനെ തിരിച്ചിട്ട സീക്ക് എ ആയി. അപ്പൊ കോസ് എയുടേത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണെങ്കിൽ തിരിച്ചിട്ട ഹൈപ്പോട്ടൈനസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ സി കെയുടെ ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ. ഇതെല്ലാം പഠിച്ചു വെച്ചോണം. അപ്പൊ സീക്ക് എയുടെ ആണ്, എയുടെ ഹൈപ്പോട്ടൈനസ്. അപ്പൊ എ എന്ന് പറയുന്ന ട്രയാംഗിളിലെ എയുടെ ഹൈപ്പോട്ടൈനസ് ഇതാണ്. അതെന്താണ്? എ ബി ബൈ അഡ്ജസന്റ് സൈഡ്. എയുടെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഇതാണ്, എ സി. എ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 70, എ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 8. അപ്പൊ രണ്ടിന്റെയും റേഷ്യോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സൈനയുടെ റേഷ്യോ കിട്ടി, കോസയുടെ സീക്കയുടെ റേഷ്യോ കിട്ടി. ഇതുപോലെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 15 നേരെ ഇപ്പുറത്ത് വരുമ്പോ ഈ ഒരു ട്രിഗ്നോമെട്രിയുടെ റേഷ്യോ എത്രയെന്ന് കിട്ടും. ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരച്ച് ആ റേഷ്യോ ഇട്ടിട്ട് മൂന്നാമത്തെ സൈഡും കണ്ടുപിടിച്ച ശേഷം നമുക്ക് സൈൻ്റെ ഡെഫിനിഷൻ, സീക്കിന്റെ ഡെഫിനിഷൻ എഴുതുക. ആ ഡെഫിനിഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലാണിത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.